ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CPM 2 ചെറിയൊരു ഡ്രൈവ് പോയാലോ എന്ന് വെച്ച് നേരെ കയറിയതാണ്. അപ്പോൾ CPM 1 കേസ് നമ്മൾ കുറേ ഡ്രൈവ് എല്ലാം പോയിട്ടുണ്ട്, പക്ഷേ 2 ഇതുവരെ പോയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് CPM 2 അങ്ങ് ഡ്രൈവ് പോയാലോ എന്ന് വെച്ച് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടോ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കിട്ടിലൊരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഈ കിട്ടിലെ വ്യൂ ആട്ടോ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ടാണ് ഈ സ്പോട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ കിട്ടിലെ ഒരു സ്ഥലം പോലെ തോന്നി എനിക്ക്. അതാണ് ഞാൻ ഇവിടെ നിർത്തിയത്. കണ്ടില്ലേ കിട്ടിലെ വ്യൂ ആട്ടോ ഇവിടെ നിന്ന്. ഇവിടെ നമ്മുടെ ആ ഒരു ബുഗാട്ടിയും കൂടെ കിടക്കുമ്പോൾ രക്ഷയില്ല. പിന്നെ നമ്മുടെ ബുഗാട്ടിയുടെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ബ്ലൂ കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ യെല്ലോ കേസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു വെയിലത്തിടുമ്പോൾ അങ്ങോട്ട് യെല്ലോ ഒന്നും തിരിയുന്നില്ലായിരുന്നു. അവിടെ ഞാൻ പിന്നെ ഒരു ബ്ലൂ ആക്കാമെന്ന് വെച്ച്. ഇപ്പോൾ നമ്മൾ നല്ല വെയിലത്തിട്ടിട്ടും ആ ഒരു കളർ ശരിക്കും തിരിയുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സീനില്ല. അല്ലേ പിന്നെ നമ്മളെവിടെയെങ്കിലും ഒരു നല്ല വെട്ടത്തൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ ഓർത്ത് അത് നടക്കൂല കേസ്. അപ്പോൾ ഈ സൈഡ് ലുക്കൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഫുള്ളിൽ ഓവേഡ് ചെയ്ത് നമ്മളിങ്ങനെ നിർത്തിയിട്ടേക്കോടെ ഈസ് എന്നാ ലുക്കല്ല ഈസ് കാണാൻ. ഈ സൈഡിൽ കൂടെ ആരോ പോകുന്നത് ഈസ് ഏതോ ഒരു മച്ചാൻ നേരെ വേണ്ട അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് കാർ റിപ്പയർ ആക്കാൻ വല്ലതും പോകുന്നതാണെന്ന് തോന്നി. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ റിപ്പയർ ആക്കിയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കേസ് ഇവിടെ നിന്ന് മെല്ലെ ഈ ബുഗാട്ടി എടുത്തിട്ട് പോവാം. എന്നെ നോക്കി 2-3 പേര് കേസ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവരിപ്പോൾ വെറുതെ അവിടെ പോസ്റ്റായിട്ട് നിൽക്കുമായിരിക്കും. പിന്നെ ഈ CPM 2 ഗ്രാഫിക്സ് എനിക്ക് കേസ് ഇപ്പോൾ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാ രസമാണ് കണ്ടോ കാണാൻ. എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കുവാണെങ്കിലും ഒടുക്കത്തെ ലുക്കാണ് കേസ് നമ്മുടെ കാറിനൊക്കെ. പിന്നെ കുറച്ച് കൺട്രോളിൻ്റെ ഇഷ്യൂ ഉള്ളൂ. ഇതാരാ പോകുന്നത്? ഏതോ ഒരു മച്ചാൻ കേസ് ഫ്രണ്ടിൽ ഒരുമാതിരി പ്രേതം വന്ന് നിൽക്കുന്ന പോലെ വന്ന് നിൽക്കുന്നുണ്ട്. ആരാതൊന്നും ഒരു പിടുത്തമില്ല കേസ്. കണ്ടില്ലേ അനങ്ങാൻ നിൽക്കുവാണ്. നമുക്കെന്തായാലും ജസ്റ്റ് ഇവിടെ നിന്ന് പോവാം. ഇവിടെ വേറെ ആരും ഇല്ല. സ്ഥലം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. മെല്ലെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് പിന്നെ ഫോണിൽ റേഞ്ചും കുറവാട്ടോ. അവർ വിളിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വിളിക്കാനും പറ്റില്ല. അവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പോകാം. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കിടലൻ ടണലൊക്കെ കാണുന്നുണ്ട്. കൺട്രോൾ കുറച്ച് സീനായതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ കിടക്കുന്ന ഇതിൽ ഇടിച്ചുകൊണ്ട് കൊണ്ടുവരും. ഞാനൊന്ന് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടിയിട്ട് കേട്ടോ. ഹൈറ്റ് ഫുള്ള് ലോവേഡായിട്ട് വെച്ചേക്കണം. ഇനി അങ്ങോട്ട് ഫുള്ള് വളവും തിരുവൊക്കെയാണ് കേസ്. അപ്പം നമ്മൾ ലോവേഡും കൊണ്ട് പോവുകയാണെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേസ്. അതുകൊണ്ട് നമ്മൾ അതിന് റിസ്ക് ഒന്നും എടുക്കുന്നില്ല. നമുക്ക് മൊത്തം ഹൈറ്റും കൂട്ടി വെച്ചിട്ട് അങ്ങ് പോവാം. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഞാനിപ്പോൾ നിർത്തിയ പോലത്തെ വേറൊരു സ്ഥലം കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലൊരു പാലമെല്ലാം ആയിട്ട് ഈ ഒരു കിടിലം വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞ് പോയെന്ന് അറിയില്ല കേട്ടോ. പോകുന്ന വഴിക്ക് എന്തായാലും നോക്കാം. കാണുവാണെങ്കിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ തീർക്കാണെങ്കിൽ ലൈക്ക് അടിച്ചാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ ഈ വേറെ ഒരു തണൽ കാണുന്നുണ്ട്. പിന്നെ രാവിലെയായി വരുന്നേ ഉള്ളതുകൊണ്ട് ഈ ഒരു ഓറഞ്ച് കളറൊക്കെ കേട്ടോ റൂട്ടിലോട്ട്. ഞാനിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാതെയാണ് ഈ പോകുന്നത്. 7ാമത്തെ ഗിയറൊക്കെ ഇട്ടിട്ട് മെല്ലെ പൊക്കോണ്ടിരിക്കുവാണ്. വേറെ ഒന്നുമല്ല ഈ ഇതിനകത്ത് കൺട്രോൾ ഭയങ്കര സീനാട്ടോ. നമ്മൾ കുറച്ചൊന്ന് സെറ്റായി വരണം. ഞാൻ ഇപ്പോഴും സെറ്റായിട്ടില്ല, ഒരുമാതിരിയൊക്കെ സെറ്റായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര പതുക്കെ പോണത്. ഇത് കണ്ടോ ഈ വേറൊരു പാലം കൂടെ. ഇതാ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തായാലും നിർത്തുന്നില്ല. അവർ കുറേ നേരമായിട്ട് അവിടെ നോക്കി നിൽക്കുവാണ് ഈ തന്നെ. ഞാൻ ഇനി ഇവിടെയൊക്കെ നിർത്തി വീഡിയോ എല്ലാം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവർ വെറുതെ പോസ്റ്റാവും. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം. ഇതൊരു കിടിലൻ പാലമാണ്. അവിടെ നിർത്തി കാണിച്ചു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടായിരിക്കും മിക്കവാറും. എന്തായാലും നമുക്ക് വേറെ ഒരു ദിവസം അങ്ങാനും വന്ന് നോക്കാം. എന്തായാലും CPM 2 കളിക്കുന്നവരുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഐഡിയ ഒക്കെ. നമുക്ക് എന്തായാലും ഫ്രണ്ടൊക്കെ ആക്കി സെറ്റാക്കാം. ഇതിനകത്ത് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലേ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ക്രൂസറും പിന്നെ വേറെ കുറച്ച് 2-3 പേരെയൊക്കെ ഞാൻ ഫ്രണ്ടാക്കിയിട്ടുള്ളൂ. ഫ്രണ്ട് ലിസ്റ്റൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളാക്കണം. അതാണ് എൻ്റെ പ്ലാൻ. അതൊക്കെ നടക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഐഡിയ ഒക്കെ. അപ്പോൾ വേണ്ട യുവമാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പാർക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. ഒരു ലാൻഡ് ക്രൂസർ കിടക്കുന്നുണ്ട്, ഒരു M4 കിടക്കുന്നുണ്ട്. ലാൻഡ് ക്രൂസർ മിക്കവാറും ക്രൂസർ ആവാൻ ചാൻസ് ഉണ്ട്. ഇവർ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോയത്. ഇവിടെ ആരും കാണുന്നൊന്നുമില്ലോ. ഏതവനോ കൊണ്ട് സൈഡിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റിപ്പയർ ആക്കിയിട്ട് വരുന്ന വഴിയാണ്. പിന്നെ ഞാൻ കാറ് നശിപ്പിച്ചോന്ന് അറിയത്തില്ല. M4 ഉള്ള മച്ചാനാണ് തോന്നുന്നു. കാറിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ഇത്ര നേരം മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് വന്നേ കേസ് എവിടെ തട്ടിക്കാതെ. നമുക്ക് ജസ്റ്റ് നിർത്തിയിട്ടൊന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഇവിടെയായിട്ട് അങ്ങനെ നിർത്താമെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേലും മാറ്റി വെച്ചിട്ട് കുറച്ച് പിക്കെല്ലാം എടുക്കണം. അതൊക്കെ സെറ്റാക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ വണ്ടി. ഇറങ്ങുമ്പോൾ ഈ ക്യാരക്ടർ കാണുമ്പോണ്ടല്ലോ ഈ ക്യാരക്ടറിനെ ഒന്ന് മാറ്റാൻ വല്ല വഴിയും ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ക്യാരക്ടറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ CPM 1 ആദ്യം കയറിയപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കളിച്ചോണ്ടിരുന്നത്. പക്ഷേ അതിനകത്ത് ഫുള്ള് സെറ്റായിട്ട് ഇപ്പോൾ ഈ CPM 2 ഈ ക്യാരക്ടർ കാണുമ്പോൾ എന്തോ പോലെ. ക്യാരക്ടറൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സെറ്റാക്കാം. എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ കണ്ടല്ലേ. ഈ അണ്ണൻ്റെ കളറൊക്കെ മാറ്റിയല്ലേ, ഒരു യെല്ലോ കളർ ആയിരുന്നല്ലോ. എടാ അത് വെയിലത്തിട്ട ഒരുമാതിരി അലമ്പാണല്ലോ എന്ന് ഓർത്തിട്ട് കളർ മാറ്റിയത്. ഇതിപ്പോൾ നോക്കിയാൽ തണലത്തിട്ടപ്പോൾ ഇത് കാണുന്ന പോലും ഇല്ല കളറ്. കാറിപ്പോൾ ബ്ലാക്ക് ആയ പോലെ ഉണ്ട്. എന്തായാലും ഈ കളർ ഞാൻ ചേഞ്ച് ആക്കുന്നൊന്നുമില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. യെല്ലോവിനേക്കാളും കുറച്ചും കൂടെ നൈസായിട്ടുണ്ട് നമ്മുടെ ബുഗാട്ടി കാണാനിപ്പം. അവൻ ഇങ്ങോട്ട് എന്തോ എടുത്ത് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പിക്ക് എടുക്കാനായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടുത്തെ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ ഒരു കിട്ടില്ല സ്ഥലം കേട്ടോ ഇത്. ഇവർ നിർത്തിയതിൻ്റെ നേരെ ബേക്കിൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു സംഭവം എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആ വഴി ഒന്ന് പോയി നോക്കിയല്ലോ ചേച്ചി എങ്ങോട്ടാണ് പോകണേന്ന്. ഒരു ഓഫ് റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു കിടിലൻ ഓഫ് റോഡ് കേട്ടോ. അങ്ങോട്ട് ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് പോയല്ലോ. ആ ലാൻഡ് ക്രൂസർ അങ്ങനെ എടുത്തിട്ട് പോയല്ലോ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നടന്ന് നോക്കാം. കറക്റ്റ് ആ ഒരു മലയുടെ സൈഡിലൊക്കെ ആ സൂര്യൻ നിൽപ്പുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് കയറി നോക്കാം. ഇത് കയറി പോകുന്നത് ഇങ്ങോട്ടാണെന്നൊരു പിടിയില്ല കേട്ടോ. ഒരു കിടിലനൊരു വഴി പോലെ ഉണ്ട് കണ്ടിട്ട്. കണ്ടില്ലേ നല്ലൊരു വഴി പോലെ ഉണ്ട്. ഈ ഒരു സൈഡിലോട്ട് ഒരു റോഡ് പോലെ കാണുന്നുണ്ട്. പിന്നെ നേരെ മേളിലോട്ടും കാണുന്നുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ഈ ഒരു സൈഡ് നോക്കാം. ഇവിടെ കണ്ടിട്ട് ഇത് വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ. നോക്കിയേ
അയ്യേ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന്. ഞാനും അത് വിചാരിച്ചുകൊണ്ട് തന്നെ ഓടി വന്നു. എന്തായാലും ഇവിടെ വരെ വന്നില്ല. ഈ മല കയറി പോകാനും പറ്റൂല കേട്ടോ അണ്ണ. മലയുടെ നേരെ ഉള്ളിലോട്ടാണ് പോണത്. അവിടുന്ന് കണ്ടപ്പോൾ കുറേ പ്രതീക്ഷിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ട ഒന്നുമില്ല ഇവിടെ. ജസ്റ്റ് ഇവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേസ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഈ മല ജസ്റ്റ് കയറി പോകാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റൂല നമുക്ക്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, അത് നേരെ കാണുന്നത് വല്ല റോഡ് ആണോ ഗീസ്? ആ വെള്ളത്തിൻ്റെ അവിടെ കണ്ടില്ല ഒരു വലിയ മതിൽ പോലെ ആയിട്ട്. ഇങ്ങോട്ട് റോഡൊന്നും ഇല്ലെന്ന് തോന്നുന്നതായിരിക്കും മിക്കവാറും. ഈ ക്രൂസർ ഇതിലേ ഓടുന്നേ. അതേണ്ട ഇവിടെ നിൽപ്പുണ്ട്. ഇനി ജസ്റ്റ് കാറിൻ്റെ അടുത്തോട്ട് പോട്ട് കാണാം കേസ്. ഇനി തിരിച്ചിറങ്ങട്ടെ ഇതെല്ലാം. 2000 years later. കേസ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ നേരത്തെ അതൊരു ഓഫ് റോഡാണെന്ന് ഓർത്തിട്ട് നേരെ അങ്ങോട്ട് കയറി പോകാതായിരുന്നു. വല്ല ഓഫ് റോഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓഫ് റോഡിൻ്റെ വണ്ടിയെല്ലാം എടുത്തിട്ട് വേറെ ഒരു ദിവസം വരാനായിരുന്നു കേസ്. അപ്പോൾ അതൊന്നും നടക്കൂല ഇനി. അപ്പോൾ ഉമാരൻ എടുത്തോണ്ട് പോകാത്ത ഞാൻ കുറേ ഹോൺ അടിക്കുന്നുണ്ട്. ഉമാരും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പോകുമായിരുന്നു. ഓക്കെ, ഓരോരുത്തർ പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് എല്ലാവരുടെയും ബേക്കിൽ പോകാനാണ് കേസ്. അതല്ലേ കുറച്ചും കൂടെ വൈബ്. പിന്നെ ചിലരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു CPM 2 എങ്ങനെ കോയിൻസ് ഉണ്ടാക്കുന്നത്, ഇത്ര പെട്ടെന്ന് കാറൊക്കെ എടുത്തല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് കോയിനൊന്നും ഇല്ല കേസ്. ആകെ ഈ 2-3-4 കാറെങ്ങാനേ ഉള്ളൂ. അത് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നതായിരുന്നു. അപ്പോൾ അല്ലാതെ കേസ് ഞാൻ വെറുതെ കുറേ കോയിനൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് റിച്ചൊന്നും ആയിട്ടൊന്നുമില്ല. അങ്ങനെ ചിലർ കമൻറ്റൊക്കെ എടുത്തുകൊണ്ട് ജസ്റ്റ് ഈ വീഡിയോ പറഞ്ഞതേ ഉള്ളൂ. ഇവൻ എന്താണ് ഈ ബോധമില്ലാതെ വണ്ടിയും കൊണ്ട് കാണിക്കുന്നത്? എവിടെയെങ്കിലും ചെന്ന് കയറുമെന്ന് തോന്നുന്നു. ഇവൻ്റെ പുറകെ പോകുന്ന അത്ര സേഫ് അല്ല കേട്ടോ. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബേക്കിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇവൻ്റെ പോക്കൊന്ന് നോക്കട്ടെ. കണ്ടില്ലേ, ആടിയാട്ടോ പോകുന്നത്. ഞാനെന്തായാലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ അവൻ്റെ ബേക്കിൽ നിൽക്കുന്നുള്ളൂ. അവൻ്റെ തൊട്ട് ബേക്കിൽ നിന്ന് അവൻ എവിടെയെങ്കിലും പോയി ഇടിക്കുമ്പോൾ നമ്മളും കൂടെ പോയി അങ്ങ് ഇടിക്കും. ഒന്നാമത് ബ്രേക്ക് കുറവാണ്. മറ്റവരൊക്കെ അങ്ങ് എത്തിയെന്ന് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് അങ്ങ് കയറി പോകല്ലോ കേസ്. ഇവനെ എല്ലാം ഓവർടേക്ക് അടിച്ചിട്ട് അവരുടെ കൂടെ പോകാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ കേസ്, വേണ്ട വളവിൽ അവൻ ഇടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. വേണ്ട റിവേഴ്സെല്ലാം എടുക്കുന്നുണ്ട്. അതാ നമുക്കിട്ട് വന്നിടിച്ച്. ഇവരെന്തോ പറയാനാണോ മിക്കവാറും കേസ്. എനിക്ക് കൺട്രോൾ കിട്ടാത്ത പോലെ കേസ് അവന് ഒട്ടും കൺട്രോൾ ഇല്ലെന്ന് തോന്നുന്നു. ആ കാറിന് എനിക്ക് പിന്നെയും കൺട്രോൾ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്പീഡിൽ പോലെ കൺട്രോളിൻ്റെ ഇഷ്യൂ വരുന്നുള്ളൂ. ഇപ്പം കേസ് വലിയ സീനൊന്നുമില്ല. മറ്റവരെ കാണുന്നില്ല. അവരെന്ത് ചെയ്യാൻ വേണ്ട പോകുന്നുണ്ട്. ഇവിടെ എവിടെയോ ഒരു കിഡിലൻ സ്പോട്ടുണ്ട് കേസ്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേസ്. ആ ലാൻഡ് ക്രൂസർ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബേക്കിൽ പോകാം കേട്ടോ. നോക്കിയോണേ, അതിങ്ങനെ നല്ല രസം കേട്ടോ പോകുന്നതാണ്. ഇതൊക്കെ ഞാൻ തൊട്ട് ബേക്കിൽ ഓടിക്കട്ടെ, അതല്ലേ എനിക്ക് തിരിയുള്ളൂ. എന്തി അപ്പം അങ്ങനെ പോകുന്നില്ല അവൻ. കണ്ടോ ഒരു ചാട്ടം കണ്ടോ അതിന്. നമുക്ക് ജസ്റ്റ് അത് ഓടിച്ച് നോക്കാം കേട്ടോ. കുറച്ച് അങ്ങ് എത്തി കഴിയുമ്പോൾ അവൻ ഈ സൈഡിൽ കൂടെ കയറി പോവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരുന്നു കേസ്. അതിങ്ങനെ ചാടി പോകണം. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ വരുന്നുമില്ലേ അവൻ. നമുക്ക് എന്തായാലും കേസ് നേരെ ഓവർടേക്ക് അടിച്ചിട്ട് അങ്ങ് കയറി പോകാം കേട്ടോ. പിന്നെ തേണ്ടവൻ പോകുന്നുണ്ട്. അവൻ്റെ പുറകെ പോവാം. M4 ഉള്ള മച്ചാൻ കേസ് ഞാൻ ബേക്കിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പതുക്കെ പോകുന്നത്. നമുക്കങ്ങ് ഫ്രണ്ടിൽ കയറി അങ്ങ് പോവാം. എൽസിയും കൊണ്ട് അവൻ എന്നാ പോക്കട പോയേ. അവിടെ അങ്ങനെ ഇടിച്ച് കിടക്കും അവനും. ഇവിടെ എല്ലായിടത്തും കേസ് ഇങ്ങനത്തെ കുറച്ച് വളവുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അടി തട്ടാൻ ചാൻസ് കൂടുതലാണ് കേസ്. നമ്മൾ ലോവറൊക്കെ ആക്കിയിട്ടാണ് വരുന്നെങ്കിൽ. ആണ് ഞാൻ മെയിനായിട്ട് ഹൈറ്റ് കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ ഓടിക്കുന്നത്. ഞാൻ എയർ സസ്പെൻഷൻ ഉള്ളത് ഭയങ്കര ഉപകാരം കേട്ടോ. നമുക്ക് ഇതിന് ഓടിക്കുമ്പോൾ ഹൈറ്റും കൂട്ടി വെക്കാം. നല്ല ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ലോവറും ചെയ്ത് വെക്കാം. അവിടെ സെറ്റായിട്ടുണ്ട്. ആ LC കൊണ്ട് അവൻ അങ്ങ് എത്തിയെന്നാട്ടോ തോന്നുന്നത്. ഒന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കേസ് ഓരോ വളവാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ സീന്. ഇവിടെ വളവ് തീരുന്നില്ല. ഇത് എന്തുവാണ് കേസ്. ഇവിടെ പതുക്കെ പോകുന്നത് തന്നെയായിരിക്കും കേസ് നല്ലത്. ഞാൻ ഇടയ്ക്കൊന്ന് സ്പീഡ് എടുക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ഫുള്ള് വളവായിട്ട് കേസ് ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഈ മച്ചാനിപ്പോൾ കൺട്രോൾ സെറ്റായെന്നാണ് തോന്നുന്നത്. മര്യാദയ്ക്ക് ഓടിച്ച് പോകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഹൈപ്പ് കേട്ടില്ല കേസ്. ഇപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യണം. നമ്മുടെ ലൊക്കേഷൻ എത്താറായില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ നേരമല്ല നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ്ട് ഇവിടെ ഒരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് കേസ്. നമ്മൾ ഏതാണ്ട് അവിടെ എത്താറായെന്നാണ് തോന്നുന്നത്. ഈ റോഡാണെന്ന് തോന്നുന്നു. ഇത് തന്നെ കേസ്. ഈ റോഡ് നേരെ പോയാൽ മതി എന്ന് തോന്നുന്നു. അവിടെ ഒരു കിട്ടിയ സ്പോട്ടാട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് പൊളിച്ച് കേട്ടോ. ഇതെന്തുവാണ് ഇത് ഗൈസ്. പണി പാളി. അവൻ കൊണ്ടുപോയിട്ട് ഇടിച്ച് കേസ് അങ്ങോട്ട്. ഇവിടെ ഗൈസ് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് നിർത്തി നോക്കാം. സീനായല്ലോ ഗൈസ്. ഇന്നത്തെ ഡ്രൈവെല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇവിടെ ഗൈസ് മരം ഒടിഞ്ഞ് ഇങ്ങോട്ടേക്ക് വീണേക്കുവാണ്. ഇവിടുത്തെ റോഡ് ഗൈസ് ഫുള്ള് പോയിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങോട്ടേക്ക് വലിയൊരു മരം കിടക്കും ഗൈസ്. ഇതിപ്പോൾ അങ്ങനെ നടന്നു തന്നാട്ടോ തോന്നുന്നത്. ആരും കണ്ടിട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആരും കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറ്റാനുള്ള പരിപാടി എന്തായാലും നോക്കിയേനെ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ എന്തോ വീണതാണ്. നീ എന്തുപോയി കാണിക്കുന്ന ഇടവൊന്ന് ഇറങ്ങി അതിനകത്തുനിന്ന്. എൻ്റെ അണ്ണ ഏതോനെ ഈ മരം വെട്ടി ഇങ്ങോട്ടേക്ക് ഇട്ടേക്കണം. എൻ്റെ വെൽസിയുടെ ഫ്രണ്ട് പോയെന്ന് നോക്കി. എടാ തന്നെ പൊട്ടി റോട്ടിലോട്ട് വീഴുന്നയാടാ, അല്ലാതെ ആലിന് വെട്ടി റോട്ടിലോട്ട് ഇടും. അച്ഛനെ എൻ്റെ വണ്ടി കുടുങ്ങി. ഇവിടെ എന്തോ സീനായിട്ടുണ്ട്. ആ റോട്ടിലോട്ട് താന്നു പോയെന്ന് തോന്നുന്നു ടയറെല്ലാം കൂടെ. നിന്റെ വണ്ടിക്ക് എന്തോന്ന് പറ്റി? അവൻ്റെ കാറിനും എന്തോ പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇങ്ങനെ മരങ്ങൾ നിൽക്കുവാണ്. ഈ ഒരു മരയുടെ പൊക്കത്തായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇരുന്ന് ഒരു മരം നേരെ റോട്ടിലോട്ട് വീണതാണ് ഇപ്പോൾ സീനായത്. ഇതാരും അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അറിഞ്ഞെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് മാറ്റേണ്ട കാര്യമൊക്കെ ചെയ്താനേ. നമുക്ക് ജസ്റ്റ് ഈ സൈഡിൽ കൂടെ അങ്ങനെ കയറി നോക്കിയാലോ അപ്പുറത്തോട്ട്. സൈഡിൽ കൂടെ കയറി പോകാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ സൈഡിൽ കൂടെ കയറി പോകാനും പറ്റുന്നില്ലോ. അപ്പുറ സൈഡ് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഇപ്പുറത്തെ റോഡ് എന്താണെന്ന് അറിയാനാണ് ഈ അപ്പുറത്തെ റോഡിൻ്റെ കണ്ടീഷനെ. അങ്ങോട്ടേക്ക് ഇനി വേറെ വല്ല മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ലേ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെയുള്ള ആരെയും ഒന്ന് വിളിച്ചറിയാം കേസ് ഈ സംഭവം.
എന്നിട്ട് ഇത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റമുള്ള പരിപാടികളൊന്നും നോക്കാം. ബാക്കി ആൾക്കാരും കൂടെ ഇതിലേ പോകേണ്ടതല്ലേ. ഇവിടെ ഒരുത്തം മരം ഒടിഞ്ഞ് വീണ് കിടക്കുമ്പോൾ തന്നെ ചിരിച്ചോണ്ടിരിക്കുന്ന അവിടെ നിന്ന്. എനിക്കറിയാൻ പാടില്ല അണ്ണാ, മരം ഒടിഞ്ഞ് വീണെന്ന് പറഞ്ഞ ഒരേ ചിരി ഇവിടെ കിടന്നിട്ട്. അതൊടിഞ്ഞ് വീണിട്ട് അവനൊന്നും പറ്റിയില്ലോ എന്ന് പറഞ്ഞാണ് ആ ചിരിച്ചോണ്ടിരിക്കുന്നത്. എടാ ഇവനൊക്കെ എന്ത് മനുഷ്യനാടാ, നോക്കി കേസ് അവൻ ഒരേ ചിരി കേട്ടോ അവിടെ നിന്നിട്ട്. അതൊടിഞ്ഞ് അവൻ്റെ തലയിലോട്ട് വീഴാത്തതിൻ്റെ വിഷമമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ച് പേരെ വിളിച്ചിട്ട് കേസ് ഇത് മാറ്റമുള്ള പരിപാടി നോക്കട്ടെ ഞാൻ. One eternity later. കേസ് അപ്പോൾ ഫുൾ ആൾക്കാരെല്ലാം വന്ന് കേസ് അത് സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായാലും മൊത്തം ഫ്ലോപ്പായി പോയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കേസ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോൾ കേസ് എൻ്റെ വീട് നിങ്ങളെ കാണിച്ചിട്ടില്ലോ CPM 2-ൽ, അതെന്തായാലും കാണിച്ചു തരാം. അതെങ്കിലും ഒന്ന് നടക്കട്ടെ കേസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിരുന്നു വെച്ചത്. പക്ഷേ കുഴപ്പമില്ല കേസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ തന്നെ ഇത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന എൻട്രൻസ് കേസ്. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ ഈ ചെറിയൊരു പാലം പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ എൻ്റെ വീട്. അപ്പോൾ എങ്ങനെയുണ്ട് വീടെന്നൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കിടിലിനൊരു വീടായിട്ട് തോന്നി ചേച്ചി, ഒരു അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വീടെടുക്കാമെന്ന് വെച്ച്. ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കേസ് ഒരു വീടായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കിട്ടിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് വീഡിയോ അതിൻ്റെ പോകാം. ഇന്നത്തെ ഡ്രൈവ് എന്തായാലും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഇതെങ്കിലും ഒന്ന് നടക്കട്ടെ. എല്ലാവരും കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാണുന്നില്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ എൻ്റെ വീട്. ഫുള്ള് ലൈറ്റെല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ബുഗാട്ടി കൊണ്ട് ഇട്ടപ്പോൾ കിട്ടിയൊരു ഫീലുണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതെന്താണെന്ന് അറിയില്ല, ഈ അതിൻ്റെ ഫ്രണ്ടിൽ അത് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇനി എനിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു M5 കൊണ്ടിടണം എന്നാണ് പ്ലാന്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഒരു ദിവസം നടക്കും, എന്തായാലും നടക്കാതൊന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് M4 കൊണ്ട് നമ്മുടെ മച്ചാന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർ കേസ് ഫുൾ ലോവേഡ് ചെയ്തൊന്ന് സെറ്റാക്കി ഒന്ന് ഇരട്ടെ. കേസ് ഇപ്പോൾ നോക്കി എന്നെ ലുക്കാതെ കിടക്കുന്നവിടെ ആ പുല്ലിൻ്റെ അത്ര എങ്ങാനും ഉള്ളു കേട്ടോ. കാറിൻ്റെ ഹൈറ്റ് സത്യം പറഞ്ഞാൽ അത്ര ഒന്നുമല്ല, അതിനേക്കാളും ഉണ്ട്. ചുമ്മാ തള്ളിയതാ. പിന്നെ കേസ് അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഈ ക്രൂയിസറിൻ്റെ വീടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. അതുകൊണ്ട് ഇനി കാണിച്ചില്ലെന്ന് വേണ്ട. അപ്പോൾ ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ എൻട്രൻസ് ആണ്. ഇപ്പോൾ നേരെ ഫ്രണ്ടിൽ കണ്ടോ വോയിസ്, അതാണ് ക്രൂയിസറിൻ്റെ വീട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ചെറിയൊരു കുളമുണ്ട്, ഈ സാമ്പലെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്, നല്ല രസമാണ് ഇവിടെ. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഹൈറ്റ് ആണ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ കാണിക്കാൻ പറ്റൂല, അതങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ എന്തായാലും ക്രൂയിസറിൻ്റെ വീട് കാണിച്ചു തരാം കേസ്, അങ്ങോട്ട് പോകാം. ഇവൻ്റെ അത്യാവശ്യം നല്ല വലിയ സെറ്റപ്പ് ആട്ടോ. ഇത് കണ്ടില്ല, വലിയ ഹോട്ടൽ പോലെയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വീടൊക്കെ കേസ് വലിയ ഹോട്ടൽ പോലെയാണ് ഇവൻ ആക്കി വെച്ചേക്കണത് ഇവിടെ. നൈറ്റ് പിന്നെ പറയേണ്ട കേസ് ഫുള്ള് ലൈറ്റ് ഓൺ ആക്കി ഇടും. ഇപ്പോൾ കണ്ടില്ലേ, രാവിലെ തന്നെ ലൈറ്റ് ഓൺ ആക്കി ഇട്ടേക്കുവാണ് ഇവിടുത്തെ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു മരം കൂടെ നിൽപ്പുണ്ട്, നമ്മുടെ ജപ്പാനിലെ പ്രത്യേകതര ഒരു മരം. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പാകമാണ് കേസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിരിക്കും ബൈ.